നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരുപാട് തിരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ് ഇന്നുള്ളത്. തിരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ് എല്ലാവരും. അതിൽ ഏറ്റവും ദുഃഖകരമായൊരു കാര്യം കോൺഗ്രസിൻ്റേതാണ്. കയ്യിൽ 5 പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കന്മാരിൽ പൈസയുണ്ട്, പാർട്ടിയിൽ പൈസ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പം ഇനി സ്ഥാനാർത്ഥികൾക്ക് സ്വന്തമായിട്ട് പണം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. പാർട്ടി വിശ്വസിച്ച് കയ്യിൽ നിന്ന് ആരും പൈസ കൊടുക്കില്ല. ഈ പാർട്ടി വിശ്വസിച്ചാണ് കയ്യിൽ നിന്ന് ആരും പൈസ കൊടുക്കില്ലല്ലോ. കാരണം അതങ്ങനെയാണല്ലോ. കാരണം കൊടുക്കാനുണ്ടെങ്കിൽ 1000 പേർക്ക് കൊടുക്കണം, പക്ഷെ അതിന്റെ റിസൾട്ട് ചിലപ്പോൾ കിട്ടുകയില്ല. ഇപ്പൊ വെള്ളത്തിൽ കലക്കണതിന് തുല്യമായി പേടിയുണ്ട് അവർക്ക്. അത് പലരും പറയാറുള്ളത് പോലെ കോൺഗ്രസിന് പണമല്ല, പക്ഷേ നേതാക്കന്മാരിൽ ഇഷ്ടം പോലെ പണമുണ്ട്. കാരണം സ്ഥാനാർത്ഥികളായ പണമുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കുക. അതല്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. പോസ്റ്റർ ഉണ്ടാക്കാൻ പോലും പൈസ ഇല്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വല്ലാത്ത, എനിക്ക് തോന്നുന്നു ഇതുവരെ അവർ നേരിട്ടുള്ള തെരഞ്ഞെടുപ്പുള്ള വെച്ച് ഏറ്റവും എന്താ പറയുക ദാരിദ്ര്യം പിടിച്ച തെരഞ്ഞെടുപ്പ്. ടൈറ്റായി പോയി. അതെ, മൊത്തത്തിലൊരു സാമ്പത്തികമായിട്ട് അവർക്ക് വേണ്ടത്ര ഇതില്ല. ഒരു പിടിമുറുക്കിയ ഒരു അവസ്ഥയിലാണ് അവർ. അതെ 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 ഈ എങ്ങനെ കിട്ടിയ പൈസ ആണെങ്കിലും അതിന് ക്രൗഡ് ഫണ്ടിങ് നടത്തിയ പൈസ പോലും അക്കൗണ്ട് പൈസ ഓൾറെഡി സ്റ്റക്കായി എന്ന് പറയുന്നുണ്ട്. ആയിരിക്കാം, അതെ, വേറെ വഴിയില്ലല്ലോ. ഒരു അക്കൗണ്ട് അങ്ങനെ. ആദ്യമെങ്കിലും സ്ഥാനാർത്ഥികൾ സ്വന്തം കാഴ്ച മുടക്കിയും കൂടെ ഒന്ന് തെരഞ്ഞെടുപ്പ് മത്സരിക്കട്ടെ എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെന്നുള്ളത്. അതെ, എല്ലാത്തിലും അത് തന്നെ. എല്ലാവരും ഇപ്പൊ അങ്ങനെയാണല്ലോ. ഇപ്പൊ അവരവരെ കാശ് കൊണ്ടാണ് അവർ വോട്ടിന് കെട്ടിവെക്കുന്ന പൈസ പോലും ചിലപ്പോൾ പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടേതൊക്കെ പിരിച്ച പൈസകളൊക്കെ. നമ്മുടെ നേതാക്കന്മാരുടെ ആസ്തി നമുക്കറിയാലോ. ഒന്ന് സ്ഥാനാർത്ഥിയുടെ സീറ്റ് കിട്ടിയാൽ മതി, ജയിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒറ്റ ഇലക്ഷൻ കഴിയുമ്പോൾ കോടീശ്വരന്മാരാണ് എത്രയോ നേതാക്കന്മാരുണ്ട്. സീറ്റ് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുക. നമ്മൾ വിചാരിക്കും അവർ ജയിക്കാൻ നടക്കണം, ജയിക്കാനൊന്നുമില്ല, ജയിക്കില്ലെന്ന് അവർക്കും അറിയാം. 4 കാശിങ് പോരട്ടെ എന്ന് വിചാരിക്കും. അതാണ് ഇന്ന് മാത്രമല്ല നമ്മൾ ഈ കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ തിരക്കടയിൽ പറയാൻ നമ്മൾ ഒന്ന് ഒഴിവാക്കാനാവാത്തൊരു വിഷയങ്ങളുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആ ഒരു വലിയൊരു ഡോക്ടറുടെ മരണമാണ്, ദുരൂഹ മരണമാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ അതിൽ ഞങ്ങളുടെ നാട്ടുകാരിയാണ്, വെള്ളനാടാണ്. വളരെ കഷ്ടമായി പോയി എന്നാലും. കാരണം ആ കുട്ടി വളരെ മെരിറ്റിൽ പഠിച്ചു വന്നതാണ്. എല്ലാ എൻട്രൻസൊക്കെ എഴുതി കിട്ടി, PGക്കും എല്ലാം പിന്നെ എൻട്രൻസ് എഴുതി കിട്ടി വന്ന് പഠിത്തം പൂർത്തിയാക്കിയ ഒരാളാണെന്ന് തോന്നുന്നു. MD ഒക്കെ. അത് വിവാഹം കഴിഞ്ഞ് 4 മാസമേ ആയുള്ളൂ. എന്താണ് സംഭവിച്ചെന്നൊരു പിടിയില്ല. ഈ പുതിയ തലമുറ എന്താണ്, നിങ്ങളുടെ തലമുറ ഇങ്ങനെ പെട്ടെന്ന് അവർ ഇമോഷണലായി പോകുന്നു എന്നുള്ളത് സത്യമാണ്. നമ്മുടെ തലമുറ മാത്രമല്ല, പണ്ട് ഉണ്ട്. പക്ഷെ ഇത് വളരെ കൂടുതലാണ്. ഇപ്പോൾ നിസ്സാര കാര്യങ്ങൾ പോലും അവർ ഫേസ് ചെയ്യുന്നില്ല. ഇതാണ് കാരണം. ഇപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ പണ്ടത്തെക്കാൾ അപേക്ഷിച്ച് ഇപ്പോ ഈ ഒരു ഡിപ്രഷനൊക്കെ എല്ലാവർക്കും കൂടുന്നുണ്ട്. നമുക്ക് അതുമല്ല, ഈ കുട്ടിയുടെ മരണം എന്തുകൊണ്ടാണ്, എന്ത് കാരണം കൊണ്ടാണെന്ന് ഇതുവരെ പറയാൻ പറ്റില്ല. കാരണം ദുരൂഹതയൊന്നും ഇല്ലാന്ന് പോലീസ് പറയുന്നുണ്ട്. എന്നാൽ പോലും ആ ആത്മഹത്യയിലേക്ക് വഴിവെച്ച കാരണങ്ങൾ എന്താണെന്ന് നോക്കണം. കാരണം നേരത്തെയും ഒരു ലേഡി ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ ആത്മഹത്യ ചെയ്ത് പിന്നീട് അതിന്റെ വലിയ കഥകൾ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതുമാത്രം ഭീകരമായിരുന്നു ആ കുട്ടിയുടെ ജീവിതം. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാരണം ഇപ്പോൾ നമ്മളെ സമൂഹം പോലും നമ്മൾ അങ്ങനെ രീതിയിൽ എത്തിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാൻ മാത്രമല്ല, ഇന്ന് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി ആണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ വിഷയങ്ങൾ ലോകത്താരും അറിയിക്കരുതെന്ന് നമ്മൾ നിർബന്ധം പിടിക്കും. പണ്ട് കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ പ്രശ്നം ഉണ്ടാകും, അവരെല്ലാം കൂടെ ഇടപെട്ട് ചിലപ്പോൾ അതങ്ങ് ഒത്തീർപ്പാക്കും. ഇപ്പം പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് മാറാൻ നോക്കണം. കാരണം അവിടെ ഇപ്പോൾ പ്രശ്നങ്ങളാണ്. ഇപ്പം നമ്മളിപ്പോൾ ന്യൂജൻ നേരത്തെ പറയാം, ചേട്ടൻ ന്യൂജൻ ആൾക്കാരും പഴയ ആൾക്കാരും ഇപ്പം എനിക്ക് തോന്നുമ്പോൾ ഈ രാമനാമവും ജപിച്ച് വിളക്ക് കത്തിച്ച് അങ്ങനെ ഒരു ടൈപ്പിൽ നിന്ന് മാറി ഇപ്പൊ ആൾക്കാരൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ല. വിശ്വാസം വേറെ, ഇത് വേറെ. പഴയ രണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് എങ്ങനെയെങ്കിലും മാത്രമല്ല ഇപ്പൊ നമ്മൾ ആ സൈസ് പണ്ടത്തെ നമ്മുടെ അപ്പുമാരും അമ്മമാരും പോലെ അപ്പുമാരും അമ്മമാരും ഇല്ല. അവർ ഡയൊക്കെ ചെയ്ത് അവർ വളരെ നല്ല ചെറുപ്പക്കാരായിരിക്കുന്നത്. അവരിപ്പോ നല്ല എനിക്കൊന്നും ഇപ്പൊ മൊബൈൽ യൂസ് അവരെ കൂടെ നല്ല രീതിയിലാണ്. എനിക്കൊന്ന് കുറെ അവര് പ്രാക്ടിക്കലായിട്ട് പറയാൻ സംസാരിക്കുന്നു. എന്തായാലും ഇതിന്റെ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടല്ലോ. എന്തായാലും അതിന്റെ പുറത്ത് കേട്ടെ. എന്നാലും അത് വളരെ ദുഃഖകരമാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നുള്ളതാണ് സത്യം. ഇവരെ മരണം എങ്ങനെയാണ് നടന്നത് നമുക്കിപ്പോഴും നിശ്ചയമില്ല. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് നോക്കാം. നമ്മളിന്ന് ഈ രാഷ്ട്രീയ ഈ തിരക്കുകൾക്കിടയിലും ഇന്നുണ്ടായ വളരെ പ്രധാനപ്പെട്ട സംഭവം ED കേസെടുത്തതാണ്. നമ്മുടെ എക്സാലോജിക്ക് നമ്മളിത് കുറച്ച് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ എന്ത് ലോജിക്കാനുള്ളത് എന്നുള്ളത് ഇനി ED കണ്ടുപിടിക്കും. ഇത് നമ്മള് നേരത്തെ തന്നെ ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള രീതിയിൽ ഒരു ഇത് തന്നെ സമയത്തിന് തന്നെ അത് വന്നു. മാത്രമല്ല ഇത് എന്തായാലും അന്ന് പറഞ്ഞിരുന്നത് ഒരു BJP CPM അന്തർധാര അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് സംഭവിക്കാത്തത്. കാര്യം മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പം കേജ്രിവാളിനെ പോലെ മുഖ്യമന്ത്രിയെ പോലും പിടിച്ചകത്തിട്ട്, എന്നിട്ട് എന്തുകൊണ്ട് ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെയാണ് പെട്ടെന്ന് ഈ ഒരു തീരുമാനം കടന്നു വന്നിരിക്കുന്നത്. SFIO അന്വേഷണം നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു സമാന്തരമായിട്ട്. അപ്പോൾ ഏതായാലും സാധാരണഗതിയിൽ SFI അന്വേഷണം നേരിടുന്നവർ EDയുടെ പരിധിയിലും പെടുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ EDക്ക് ചോദ്യം ചെയ്യാം. അതെ, എനിക്ക് തോന്നുന്നു SFIയുടെ അന്വേഷണം വന്നപ്പോൾ തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അവര് പ്രാഥമികമായിട്ടുള്ള പഠനങ്ങളൊക്കെ നടന്നു കഴിഞ്ഞു. തീർച്ചയായും. അപ്പോൾ എന്തെങ്കിലും അതിനകത്ത് ദുരൂഹത ഉണ്ടെന്ന് തോന്നിയതിന്റെ പിൻബലത്തിലായിരിക്കും അങ്ങനെയുള്ളതായിരിക്കാം വന്നത്. ഇതിനകത്ത് ഇപ്പൊ നമ്മള് ഇലക്ഷന്റെ കാര്യമൊക്കെ പറയുന്നത് ഇപ്പൊ ഇലക്ഷൻ സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഇപ്പം കെജ്രിവാൾ ഇപ്പം അകത്തായ സ്ഥിതിക്ക് നിൽക്കുന്ന സംഭവം അതിന്റെ പിന്നാലെ വരുന്നത് കൊണ്ട് തന്നെ
സ്വാഭാവികമായിട്ടും ഇപ്പൊ ഇഡിക്കെതിരെ ഇപ്പം ഒരു പൊതുവികാരം വന്ന അത് ഇനി അവര് പരമാവധി ഇത് LDF പക്ഷേ ഇത് ഡൽഹിയിലെ കെജ്രിവാളിൻ്റെതും കേരളത്തിലെ ഈ എക്സാലോജിക്ക് നമ്മൾ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ എന്നെ പിടികൂടിയത് എന്നെ ചോദ്യം ചെയ്യരുതെന്ന് പറഞ്ഞൊരു കോടതിയിലും പോയിട്ടില്ല. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ കർണാടക ഹൈക്കോടതി വരെ ചെന്ന് പറഞ്ഞ് എന്നെ എൻ്റെ പേരിൽ അന്വേഷണം നടത്തരുത്. നമുക്ക് കോടതി എടുത്ത് ദൂരെ ഇറങ്ങും. അത്രേ ഉള്ളൂ. ഒഴുങ്ങി മാറി നിൽക്കാനാകില്ല. ഇത് വീണയുടെ മാത്രമല്ല, വേറൊരാളും കൂടെ ഉണ്ട്, ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തിന് ED വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹാജരാകാൻ. അപ്പം അദ്ദേഹം പറഞ്ഞാൽ ഞാൻ ഹാജരാകില്ല എന്ന് മാത്രമല്ല എന്നെ മൂക്ക് പിടിച്ച് കയറ്റി കളയുമെന്നും കൂടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയായതുകൊണ്ട് അപ്പം ആ പരിരക്ഷ അദ്ദേഹത്തിന് കിട്ടുന്നു, അത്രയേ ഉള്ളൂ. സ്ഥാനാർത്ഥി പിടിച്ച് അകത്തിട്ടാൽ സംഭവം എന്താണെന്നുള്ളത് അല്ല. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് 9 തവണ സമൻസ് അയച്ചു, അദ്ദേഹം പോയില്ല. തോമസ് ഐസക്കിന് എത്ര തവണയെന്നപ്പോൾ എനിക്ക് പറഞ്ഞുള്ളൂ. നിരന്തരം ED നോട്ടീസ് അയക്കുന്നുണ്ട്, പക്ഷേ അദ്ദേഹം ഹാജരാകുന്നില്ല. ഇവർക്ക് ഹാജരായാലും എന്താണ് കുഴപ്പം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ എക്സാലോജിക്കാരും ഇതേ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞുകൂടാ. ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഉത്തരം പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? അതെ അല്ല, എന്നാൽ അങ്ങനെ ഒരു നേരത്തെ നമുക്കറിയാം, ഇപ്പോൾ ഒരു വാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ കാണാം. പിന്നെ കെജ്രിവാളിനെ സംഭവിച്ചതിന് ചിലപ്പോൾ കേരളത്തിൽ ആവർത്തിച്ചെങ്കിൽ ചിലപ്പോൾ ഞെട്ടിക്കുന്നതിന് വാർത്തയിൽ നമുക്ക് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ നടപടികളൊക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം നാളെ ഒരു കാലത്ത് അവർ ഇത്രയും ഈ ഒരു കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടായിരിക്കും അവർ വരാൻ പോകുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഒരു നടപടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം കെജ്രിവാളിനെ പിടിച്ചെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി മകളെയൊക്കെ അവരെ നടപടി എടുത്തുകൂടാന്ന് പറയാനില്ല. മാത്രമല്ല ഈ പിന്നെ ആം ആദ്മി പാർട്ടി സംബന്ധിച്ച് 2 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇത് ആപ്പടെ കേരളം പോലുള്ള ഒരു ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാണ്. ഇനി വേറെ ഒരിടത്തും ത്രിപുരയിലും ബംഗാളിലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാനും പറ്റില്ല. ആ അവസ്ഥയിലായി. കേരളത്തിൽ പിന്നെ പ്രതിപക്ഷം പിന്നെ നമുക്കറിയാവുന്ന രീതി നിലവാരത്തിലുള്ളവരായതുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ ചിലപ്പോൾ വീണ്ടും ഭരിക്കാൻ പറ്റുമായിരിക്കും. അത്രയേ ഉള്ളൂ. എനിക്കൊന്ന് എനിക്കൊന്ന് കേന്ദ്ര സർക്കാർ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കണമെന്ന് അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പോലും കേരളത്തിൽ നമുക്കറിയാം ഈ ഒരു കരിമണൽ കടത്തയിൽ ബന്ധപ്പെട്ട് അവരുടെ ഒരു അവരുടെ ഒരു സഹായം കിട്ടാത്ത രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഇല്ല. അത് BJP അടക്കം ചിലപ്പോൾ ഉണ്ടായിരിക്കും അതിനകത്ത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ, കാരണം ഇടയ്ക്കിടയ്ക്ക് വരും പോകുന്നു, മീൻസ് ഇടയ്ക്കൊരു സമ്മർദ്ദം വരും, പിന്നെ അത് പിൻവലിയും, പിന്നെ അത് മാറും. എന്തോ എവിടെയോ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് മെയിലിംഗ് ഒരു പൊളിയുമ്പോൾ വീണ്ടും ഒരു പ്രഷർ വരുന്നു, അത് മാറുന്നു. ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്ന് ഇതിന്റെയൊക്കെ കേന്ദ്രത്തിൽ നിന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇത് സംസ്ഥാന അവരുടെ ഭാരവാഹികളെല്ലാം തന്നെ എനിക്ക് തോന്നുന്നു ഇതിന്റെ പങ്ക് കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവരുടെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിട്ടാണ് ഈ 2. മാത്രമല്ല UDF നേതാക്കളുടെ പേരുണ്ടെന്നല്ലേ പറയപ്പെടുന്നത്. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ഈ മറ്റേ കൊച്ചിയിലെ കരിമണൽ കമ്പനി. നമുക്ക് തന്നെ അറിയാം. എന്തിനു നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, നമ്മുടെ അദ്ദേഹത്തിന് മറ്റേ കുട്ടിയുടെ നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം ഉത്തരവിട്ടത് മുഖ്യമന്ത്രി പറയുന്നു. 15-16 ദിവസം കഴിഞ്ഞിട്ടും ഇത് കേന്ദ്രത്തിന് ധരിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല നേരെ ഡൽഹിയിൽ അയക്കേണ്ട കത്ത് അതിൻ്റെ എടുത്ത് കൊച്ചിയിൽ അയച്ചു. അപ്പോൾ സെക്രട്ടറിയിരിക്കുന്ന ആൾക്കൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ലേ എത്രയോ CBI അന്വേഷണം ഇവിടെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ കത്തയക്കണമെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഇലക്ഷൻ വന്നതിന് അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി അന്നൊന്നും പറഞ്ഞു പോയതാണ്. തൽക്കാലം ഇത് വീണ്ടും മാത്രമല്ല ഗവർണർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ സസ്പെൻഷൻ പിൻവലിച്ചവരെ തിരിച്ചു കയറിയാൽ തെളിവ് നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ എന്തായാലും നടക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഗവർണർ സ്ട്രോങ് ആയിട്ട് നിന്നു. അക്കാര്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ നമ്മളുൾപ്പെടെയുള്ള മറന്നർമാൾ ഉൾപ്പെടെയുള്ളവർ ശരിക്കും വാർത്ത പുറത്തു കൊണ്ടുവന്നിരുന്നു. കാരണം ഇത് തട്ടിപ്പാണ് നടക്കുന്ന രീതിയിൽ നമ്മൾ എല്ലാവരും വാർത്ത കൊടുത്തിരുന്നു. അപ്പോഴാണ് ഇത് വീണ്ടും പ്രശ്നമായത്. സിദ്ധാർത്ഥൻ്റെ അച്ഛൻ കഴിഞ്ഞ ദിവസം പോയി ഗവർണറെ അവരൊക്കെ കണ്ടു, പ്രതിപക്ഷ നേതാവിനെയൊക്കെ കണ്ടു. എന്തായാലും സത്യത്തിൽ ആ അച്ഛൻ നമ്മൾ സമ്മതിക്കണം. ഇത്രയും ഒരു മകൻ്റെ ഇത്രയും മിടുക്കനായ ഒരു മകൻ്റെ വേർപാട്, ഇത്രയും ക്രൂരമായ ഒരു വേർപാടിലും അദ്ദേഹം വളരെ മനസ്സുറച്ച് നിന്ന് ചെയ്യുന്നുണ്ടല്ലോ. അതെ, നമ്മള് ഈ സിദ്ധാർത്ഥൻ വാർത്ത കത്തി നിൽക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഈ ഒരു വാർത്ത ഒരുപക്ഷെ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച കൂടി നിൽക്കും. അതിനുശേഷം അതോടെ എനിക്കൊന്ന് CBI അന്വേഷണം പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞതോടെ തന്നെ എനിക്കതൊന്ന് എന്നേ ഉറപ്പായിരുന്നു. അതിനുശേഷം ചർച്ചകളൊന്നും നടന്നില്ല. എനിക്കൊന്ന് ആ വീട്ടുകാർ മാത്രം അവരുടെ മാത്രം വിഷമം, ആളൊഴിഞ്ഞു, മാധ്യമങ്ങൾ ഒഴിഞ്ഞു, എല്ലാവരും കൈയൊഴിഞ്ഞു. ഇപ്പൊ അവർക്ക് വേറെ ഇപ്പം ഇഷ്ടംപോലെ വാർത്തകളുണ്ട്, തെരഞ്ഞെടുപ്പ് വാർത്തകളുണ്ട്, അതൊക്കെ അവര് തിരക്കിലാണ്, എല്ലാവരും തിരക്കിലാണ്. പക്ഷെ സിദ്ധാർത്ഥന്റെ അച്ഛന് നഷ്ടം അവരുടേതാണ്. അവരുടെ നെഞ്ചിൽ നീറ്റിൽ മാറിയിട്ടില്ല. തീർച്ചയായും അത് അദ്ദേഹത്തിന് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ആദരിക്കണം. കാരണം അത്ര ആ പോരാട്ടത്തിന് ഇറങ്ങിയല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇവിടെ രാജൻ കേസിലെ പ്രൊഫസർ ഈച്ചരവാര്യരുണ്ടല്ലോ, അദ്ദേഹം രാജന് വേണ്ടി നടത്തിയ ആ ഒരു നിയമ നടപടികളുണ്ടല്ലോ, അത് ഞാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് കാണുമ്പോൾ. മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു, അദ്ദേഹം ഇങ്ങനെ ഒറ്റയ്ക്ക് കയറി ഇറങ്ങി നടന്നതാണ്. അതുപോലെയാണ് നമുക്ക് സിദ്ധാർത്ഥൻ്റെ അച്ഛനെ എനിക്കിപ്പം പെട്ടെന്ന്
അത് തോന്നുന്നത്. ആ മനുഷ്യൻ്റെ ഒരു ബുദ്ധിമുട്ട് കാണുമ്പോൾ നമ്മളെ കൺമുന്നിൽ നിന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് മാത്രമല്ല ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഉള്ളതും കൂടെ മുടക്കുന്നൊരവസ്ഥ. അല്ല മാത്രം എനിക്ക് തോന്നുന്നു സർക്കാർ ഇപ്പം സെക്രട്ടറിയെല്ലാം കണ്ട് 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞാൽ ഈ ജീവനക്കാരാണ് സസ്പെൻഡ് ചെയ്യേണ്ടത്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള വകുപ്പ് സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഒക്കെ ഉണ്ടാവില്ല, അവരെ നടപടി എടുക്കണം ആദ്യം. അവരില്ലേ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, ഇത് പോയോ ഇല്ലെന്ന് അറിയണ്ടേ. അതുപോലെ ഇതിപ്പോ കേരളം മൊത്തം കേരളമല്ല ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഈ ഒരു. അപ്പം ഈ കേന്ദ്ര ഏജൻസികൾ വരുന്നതിനെ ഇവർ ഭയക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ദിവസം താമസിച്ച് അത്രയും തെളിവ് നശിപ്പിക്കാമല്ലോ. ഈ പാവപ്പെട്ട ഈ കുട്ടിയെ തല്ലി കൊന്ന ആളുകൾക്കെല്ലാം ഭംഗിയായ ജാമ്യം ലഭിച്ച് പുറത്തു വന്ന് അവർക്ക് വീണ്ടും ആഡംബരമായി ജീവിക്കും. അടുത്ത് വന്ന കുട്ടികളെ ഇതുപോലെ കൊല്ലാനൊക്കെ ഉള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ശക്തികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ വിഷയം അല്പം മാറിപ്പോയെങ്കിലും കാര്യം കേന്ദ്ര ഏജൻസികൾ വരുമ്പോൾ ഇവർ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അത് CBI ആണെങ്കിലും ഇപ്പോൾ ഈ ED ആണെങ്കിലും ഒക്കെ തന്നെ ഇവർ ഭയപ്പെടുന്നുണ്ട്. അതിൻ്റെ സൂചനയാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ഇത് ED എന്ന് പറയുന്നത് BJPയുടെ കൂലിപ്പണിക്കാരന്മാരാണ്, ഡെയിലി വേജസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ സ്വാഭാവികം, അവർക്ക് ഒരു ടെൻഷൻ കാണും ഉള്ളിൽ. ഇവർ ആദ്യ ദിവസങ്ങളൊക്കെ തന്നെ അതിഭയങ്കര ന്യായീകരിച്ചല്ലോ, ന്യായീകരിച്ചങ്ങ് മലമറിക്കുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഇവർ ഇന്ത്യൻ നിയമത്തെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നൊക്കെ പറയുക പോലെ എന്തുകൊണ്ടാണ് നിയമപ്രകാരമുള്ളതിനെ എന്തെങ്കിലും അവർ പറഞ്ഞ ശരിയായ രീതിയിൽ. അപ്പോൾ ഇത് ഇപ്പം BJPയുടെ ചട്ടകമായിട്ട് മാറിയിട്ടുണ്ട് ED എങ്കിൽ പോലും അവർ ഞാൻ അന്വേഷണം എന്തുകൊണ്ട് നേരിടുന്നില്ല? അതല്ലാതെ പ്രൂവ് ചെയ്യണ്ടേ? ഇത്രയും ആൾക്കാരെ മനസ്സിലാക്കിപ്പിച്ചാൽ എന്താ അവർക്ക്? കോടതി ചോദിച്ചല്ലോ KSIDCയുടെ അടുത്ത്, നിങ്ങൾക്ക് എന്താ എത്ര പേടിയെന്ന് ചോദിച്ചില്ലേ? നിങ്ങൾ അന്വേഷണം നേരിടാൻ പറഞ്ഞില്ലേ? ഞാനിപ്പോൾ ശരത്തിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കും, പരാതി കൊടുക്കാൻ ചെയ്താലേ അത് ശരത്തിൻ്റെ കൂടെ ബാധ്യതയാണ് നിരപരാധനം തെളിയിക്കുക എന്നുള്ളത്. ഇതിനകത്ത് നമ്മളും കൂടെ ഇറങ്ങിയാൽ മാത്രമല്ല, ഇപ്പം മിണ്ടാതിരുന്ന് അവിടെ നിന്നിട്ട് എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നടക്കണ്ടേ, അവരുടെ ഭാഗവും കൂടെയാണ്. കാരണം പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടെയാണ്. അപ്പം ജനങ്ങൾ ഇപ്പോൾ വന്ന് വോട്ട് ചോദിക്കും മുന്നേ അവരുടെ അടുത്ത് പറയണം, നമ്മൾ ഇങ്ങനെയല്ല, കോടതിയുടെ പോയിട്ട് അവർ പോയി അല്ലെങ്കിൽ അവരുടെ തെളിവുകളില്ല, അങ്ങനെ തെളിയിക്കട്ടെ. അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് എന്തെങ്കിലും വരുമ്പോൾ ഓടി ഒളിച്ചിട്ട് പിന്നെ വീരസ്യം പറയുന്നതല്ല. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നിയമത്തിന്റെ വഴി തന്നെ പോട്ടെ. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിരുന്നു, നാട്ടിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പ്രായമുള്ള പഴയ രാഷ്ട്രീയ പ്രവർത്തകരക്കാരെന്ന് പലരും സംസാരിക്കുകയാണ്. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നൊരു കാര്യം, പണ്ടൊക്കെ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ മതി, അവരങ്ങ് ഇറങ്ങുകയാണ്, എല്ലാവരും കൂടെ ഇറങ്ങി ഒരു വെള്ളം അടിക്കുന്നു, മറ്റ് സ്ഥാനത്തിൻ്റെ പേരും ചിഹ്നമൊക്കെ എഴുതി വയ്ക്കുന്നു, പോസ്റ്റർ അടിക്കാൻ നടക്കുന്നു, എല്ലാത്തിനും ആളുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ആളിനെ കിട്ടുന്നില്ല എന്നാണ്. എല്ലാവരും പ്രതിഫലം ചോദിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇതിന്. ചെവരെഴുതാനാണെങ്കിലും ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ 8 രൂപയോ മറ്റോ ആണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതിന്. എല്ലാത്തിനും കാശ് ചോദിക്കുന്നത്. കാരണം ഇവർ പണ്ടത്തെ പോലെയല്ല, ഈ പ്രവർത്തകരെന്ന് ചോദിക്കുന്നത് ഈ നേതാക്കന്മാർ എവൻ്റെയൊക്കെ ഭാര്യയ്ക്ക് മക്കൾക്ക് വേണ്ടി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളിവിടെ കിടന്ന് ജോലി കളയണമെന്നുള്ളതാണ്. പലരും കൂലിപ്പണിക്കാർ അങ്ങനെ കൊള്ളാം. ഒരു ദിവസത്തെ കൂലി പണി കഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ടായിരിക്കും ഈ പോസ്റ്റർ ഒട്ടിക്കാനോ അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ചെവരെഴുതാനും നടക്കുന്നത്. എന്ത് നടക്കുന്നു അവർ തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് ഒരു രാഷ്ട്രീയ പാർട്ടി അത് മാറ്റി നിർത്താനായില്ല. നേരത്തെ ആണെങ്കിൽ ഒരു ഉപകാരം ഉണ്ടായിരുന്നു, നമുക്ക് അറിയാൻ പറ്റുമായിരുന്നു. ഇപ്പം ഇവർ ജയിച്ചെങ്ങനെ നമുക്ക് ഉപകാരപ്പെടൂ അങ്ങനെയൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെ എന്ത് വിശ്വസിച്ച് കൊടുക്കും? എല്ലാവർക്കും അവനവൻ്റെ വീട്ടുകാരി മാത്രമായി. കർണാടകത്തിൽ JDSന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടില്ലേ? ദേവഗൗഡയുടെ മകൻ, കൊച്ചുമകൻ എല്ലാവർക്കും തന്നെയാണ്, ഒരു വീട്ടിലുള്ളവർ തന്നെയാണ് സ്ഥാനാർത്ഥികൾ. അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് കേരളത്തിലേക്ക് വരുമ്പോൾ ഏതായാലും ED ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരും. ED കേസെടുത്താൽ ചോദ്യം ചെയ്യണമല്ലോ, അങ്ങനെയാണല്ലോ. കേസെടുത്തിരിക്കുന്നു, ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും, ചോദ്യം ചെയ്യാൻ ഹാജരാകേണ്ടി വരും. അവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർ അറസ്റ്റ് ചെയ്യും. ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളും കൂടെ നേരിട്ട് പങ്കുള്ളത് കൊണ്ട് മാത്രമല്ല ഇതിനകത്ത് കണക്ട് ചെയ്ത് വരുന്നത് മുഖ്യമന്ത്രിയിലേക്കും കാര്യങ്ങൾ കാര്യം. കാരണം ഇപ്പൊ KSIDCയുടെ ചുമതല മുഖ്യമന്ത്രി തന്നെയാണല്ലോ, അൾട്ടിമേറ്റ് ഒരു മുഖ്യമന്ത്രിയാണല്ലോ, ഒരു മന്ത്രിസഭയുടെ മൊത്തം ചുമതലക്കാരൻ മുഖ്യമന്ത്രിയാണല്ലോ. അദ്ദേഹത്തിന് നേരിട്ടില്ലെങ്കിൽ പോലും അതുമായിട്ട് ബന്ധപ്പെട്ട സെക്രട്ടറിമാരുണ്ട്, അവരുടെ ഒക്കെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർക്ക് കൈയൊഴിയാൻ പറ്റില്ല. ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു തുടങ്ങില്ല. ചിലപ്പോൾ സംരക്ഷിക്കുമായിരിക്കും, ചിലപ്പോൾ പറയാതെ ഇപ്പൊ നമ്മുടെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ത്യാഗമൊക്കെ സഹിച്ചവരൊക്കെ എന്തെങ്കിലും ചെയ്യുമായിരിക്കും. അല്ല, ഈ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് ഇവർ നേരിട്ട് ഇതൊക്കെ ചെയ്താലും അവസാനം ഉദ്യോഗസ്ഥനെ തലയ്ക്ക് വയ്ക്കുന്നതാണ് ഇവിടുത്തെ രീതി. പണ്ട് പോലെ അങ്ങനെയാണ്. കാര്യം ഉദ്യോഗസ്ഥനൊന്നും ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരെ വാക്കാലായിരിക്കും പറയുന്നത്, അനുസരിക്കാൻ നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ വലിയ പദവി ഇരിക്കുന്ന നാളെ ചെന്ന് ഏതെങ്കിലും കൊച്ചു കസേര ഇരിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ഈ കസേര ചെറുതായി ഇപ്പോൾ ബുദ്ധിമുട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുള്ളതുകൊണ്ട് തൻ്റെ ഉള്ളവരാണെങ്കിൽ പറ്റില്ല എന്ന് പറയും. അല്ലാത്തവരെ സംബന്ധിച്ച് ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. ശിവശങ്കറിന്റെ ഒക്കെ അവസ്ഥ അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പം എത്രയോ ഉദ്യോഗസ്ഥന്മാർ ബലികേടാക്കപ്പെട്ടിട്ടുണ്ട്. ഇതുപോലെ ഇവർ പറയുന്ന അനുസരിക്കും. അപ്പോൾ ഇവിടെ ഇനിയും വേറെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. നേരത്തെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയർന്നിരുന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്മേലൊക്കെ എന്ന് അന്വേഷണം നടക്കുമോ എപ്പോഴും നടക്കുമെന്നോ നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഈ വിഷയത്തിൽ എക്സാലോജിക്കിനെ ഇതിൽ കക്ഷിയാണല്ലോ അവർ. എക്സാലോജിക്ക്, മറ്റേ CMRL, ഇതെല്ലാം ഇതിൽ KSIDC എല്ലാം ഇതിലെ കക്ഷികളാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഇതുപോലെ എനിക്കൊന്നു ഇപ്പോൾ ഒരു LDF സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പം മകളാണെങ്കിൽ പോലും, മുഖ്യമന്ത്രിയുടെ മകളാണെങ്കിൽ പോലും
പ്രതികൂട്ടിൽ നിന്ന് ഈ ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരു തെരഞ്ഞെടുപ്പ് ഇത് അങ്ങനത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഇത് ആദ്യമായിട്ടായിരിക്കും. കാരണം ഇമാതിരി കാരണം എന്തൊക്കെ പറഞ്ഞാലും അഴിമതിയൊക്കെ ഉണ്ടെങ്കിൽ അത് താരതമ്യേന കുറച്ച് കുറവായിരുന്നു, അല്ലെങ്കിൽ എല്ലാ പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നൊക്കെ പറയുന്ന ഒരു പാർട്ടിയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ ഇത്രയും വലിയ ആരോപണം. കാരണം ഒന്നും ക്ലിയർ അല്ല. ഇപ്പൊ AI ക്യാമറ അഴിമതി ആയിക്കോട്ടെ, ഇപ്പൊ എക്സലോജിക് ആയിക്കോട്ടെ, ഒരുപാട് കാര്യങ്ങളിൽ ഇതുപോലെ നമുക്ക് സംശയം നേരിൽ നിൽക്കുകയാണ്. സ്വർണ്ണക്കടത്തിന് പോലും കൃത്യമായിട്ടൊരു ഉത്തരം പോലും കിട്ടിയിട്ടില്ല. അത് പറയാൻ മുഖ്യമന്ത്രി രംഗത്ത് തുനിങ്ങി ഇറങ്ങിയിട്ടില്ല. അങ്ങനെയൊക്കെ സമയം ഇത്രയും വലിയ കുറെ ഒരു ഇത്രയും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്ന സമയത്ത് ഇതൊന്നും ക്ലിയർ ആക്കാതെയാണ് ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി നിൽക്കുന്നത്. അവരെ മുമ്പിൽ ചിലപ്പം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ചിലപ്പോൾ ഇത്തവണ കിറ്റ് പോലും ഇല്ല എടുത്ത് പറയാൻ, മാത്രമല്ല ശമ്പളം കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിനാണെങ്കിൽ ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഇവർക്ക് കുറ്റം പറയാനും പറ്റില്ല. കാരണം അവരും ഇതിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെ ആര് ഇപ്പം പ്രധാനപ്പെട്ട 2 പാർട്ടികളിലേക്കുള്ള വിശ്വാസവും ജനങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അണികൾക്ക് പോലും അവരിൽ സംശയം. നേരത്തെ ചേട്ടൻ പറയുന്നത് കറക്റ്റാണ്. കാരണം ഇന്ന് രാവിലെ ഇപ്പൊ പോസ്റ്റർ ഒട്ടിക്കാൻ ഒരു പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയ എത്ര പേര് മനസ്സിൽ കൈവച്ച് എത്ര പേര് ഇറങ്ങും അതിനകത്ത്. പാർട്ടി ചിലപ്പോൾ പ്രസ്ഥാനത്തിന് ഇഷ്ടമായിരിക്കും എന്ന് വെച്ചാൽ ഇവരായിരിക്കുന്ന വ്യക്തികൾ മാറുന്നില്ല. അവർക്ക് അഴിമതിയും അവരെ പൈസ ചോദിക്കും. അതാണ് കാരണം ഇനി ഇത് കാര്യം അവർ ഒരു ദിവസത്തെ ജോലി കളഞ്ഞിട്ടായിരിക്കും ഇതിനൊക്കെ വരുന്നത്. എന്തിനു ചെയ്യുന്നെന്ന് അവർ ചിന്തിക്കും സ്വാഭാവികമായും. അപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരുടെ അവരുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ തന്നെ ജീവിതത്തിൽ സുതാര്യത ഇല്ലാതായിരിക്കുന്നു എന്നുള്ള സത്യമാണ്. പണ്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ കുടുംബാംഗങ്ങളെ കുറിച്ച് ഒരിക്കലും ഇത്ര ആരോപണം വന്നിട്ടില്ല. അതെപ്പോഴും പണ്ട് അവർ അഭിമാനത്തോടെ പറയാറുണ്ടെന്നൊരു കാര്യമാണ്. അതിപ്പം EMS ആകട്ടെ, അല്ലെങ്കിൽ അച്യുതമേനോൻ ആകട്ടെ, PKB ആകട്ടെ, ഒരു പരിധിവരെ നായനാർ, അങ്ങനെ അവരെയൊന്നും കുടുംബാംഗങ്ങളെക്കുറിച്ച് എനിക്കൊന്ന് 96 മന്ത്രിസഭയുടെ കാലത്തൊന്നും ചില പരാതികൾ ഉയർന്നതല്ലാതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും അവരുടെ ആരുടെയും പേരിൽ വന്നിട്ടില്ല. അത് വളരെ കൃത്യമാണ്. അച്യുതമേനോൻ മുഖ്യമന്ത്രി കാലത്ത് അദ്ദേഹത്തിൻ്റെ അനന്തരം എന്തോ ജോലി വെച്ച് കൊടുത്തങ്ങനെ പറഞ്ഞ് വെറുതെ ഒരു വ്യാജ ആരോപണമായിരുന്നത്. അത് ആ മനുഷ്യ ആരെന്നും ഇതിന് കുടുംബമായിട്ടൊരു ബന്ധമില്ലാത്ത ആളായിരുന്നു. അവസാനം തെളിയിക്കപ്പെട്ടു. അങ്ങനെ അച്യുതമേനോനെ നമുക്കറിയാലോ, അവരൊന്നും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരല്ല. അദ്ദേഹം ഈ പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, അച്യുതമേനോൻ അദ്ദേഹം മരിച്ചതിന് ശേഷം കലാകൗമുദിയിൽ അദ്ദേഹം ഡയറി കുറിപ്പുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതൊന്ന് വായിച്ചു നോക്കേണ്ടതാണ് സത്യം പറഞ്ഞാൽ. അത് പുസ്തക രൂപത്തിൽ ആരെങ്കിലും ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞു. ഒരു പക്ഷേ പ്രധാനപ്പെട്ട ഏതെങ്കിലും സ്ഥാപനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി അടിയന്തരമായിട്ട് വാങ്ങിച്ചവർ വായിക്കണം. കാരണം അതിലെ ഡയറി കുറിപ്പുകളാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പം അല്ല സുഖം തോന്നുന്നില്ല, പക്ഷേ മരുന്ന് വാങ്ങിക്കാൻ പെൻഷൻ കിട്ടിയാലേ കയ്യിൽ കാശുള്ളൂ എന്നൊക്കെ അദ്ദേഹം എഴുതുന്നുണ്ട്. അതുപോലെ ഇടതുപക്ഷത്തെ ചെറുപ്പക്കാരായ MLA പലരും എനിക്കൊരു പ്രതീക്ഷയല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരാൾ TN ജേക്കബാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയ എതിർച്ചേരി നിൽക്കുന്ന ആൾ. നിയമസഭയിൽ അത്ര ഭംഗിയായിട്ട് ജേക്കബ് പെർഫോം ചെയ്യുന്നു. അതേസമയം നമ്മുടെ പാർട്ടിയിലെ ചെറുപ്പക്കാരായ MLA കൂക്ക് വിളിക്കാനും ബേളം വയ്ക്കാനൊക്കെ അവിടെ പോകുന്നൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ എത്രയോ ലളിത ജീവിതം നയിച്ചിരുന്ന മനുഷ്യൻ. അദ്ദേഹം ഇവിടെ മുക്കുന്ന സാധനം കഴിഞ്ഞിട്ട് ട്രാൻസ്പോർട്ട് ബസ് കയറിയാണ് തൃശ്ശൂർ തിരിച്ചതിൻ്റെ വീട്ടിൽ പോയി. അത് സാധാരണ ചെറിയ ഓട്ടോ വീട്. അദ്ദേഹം അവിടെ തന്നെ താമസിച്ചിരുന്നത്. തേക്കങ്ങാട് മൈതാനിയിൽ വൈകുന്നേരത്ത് അദ്ദേഹം അവിടെ സ്ഥിരം സമ്മേളനം നടക്കുമല്ലോ, അദ്ദേഹം നാട്ടുകാരെ കൊടുത്ത് അവിടെ തറയെ വന്നിരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളൊക്കെ അന്ന് പത്രങ്ങളിലൊക്കെ വരുമായിരുന്നു. അത്രയും ലളിത ജീവിതം നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ രാമൻകുട്ടി, പ്രസിദ്ധനായ കാർഡിയോളജി വിദഗ്ധൻ. അപ്പോൾ അതുപോലെ മക്കളെ മര്യാദയ്ക്ക് പഠിപ്പിച്ച് അവരെ ഓരോ വഴിക്ക് വിട്ടാൽ അവരങ്ങ് പൊയ്ക്കോളും, പ്രൊഫഷണൽസ് ആയി അങ്ങ് പോകും. അതല്ലാതെ എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ എന്ന് നമ്മളെ നേതാക്കന്മാർ ഇറങ്ങി പുറപ്പെടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പം വേണ്ടത് സത്യസന്ധമായിട്ടൊരു അന്വേഷണമാണ്. കാരണം നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഇനി ആരാണ് വരെ. കാരണം നമ്മൾ ഏറ്റവും പ്രതീക്ഷ വരച്ചിരുന്നത് കേന്ദ്ര ഇപ്പൊ ഈ ED പോലുള്ള CBI പോലുള്ള ഉന്നത ഏജൻസികളായിരുന്നു, അന്വേഷണ ഏജൻസികളായിരുന്നു. അപ്പൊ അവരിൽ ഇങ്ങനെ ഒരു ആരോപണം വരുന്നു. അപ്പൊ നമ്മളിനി ചിന്തിക്കുകയാണ്, കാരണം ഇനി എവിടെ നിന്നായിരിക്കും ഈ സത്യാവസ്ഥ അറിയാൻ പറ്റുക? കാരണം ഇതൊക്കെ ഒരു രാഷ്ട്രീയ കളിക്ക് അതിനകത്തൊരു ചുഴിപ്പെട്ട് അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു ഉത്തരവില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസകൾ ഇതൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതൊക്കെ ഇവരുടെ ഈ അന്തർധാര നമുക്ക് ഒരു പിടിയും കിട്ടാത്തതാണ് ഇപ്പോഴും. പത്രക്കാർക്ക് പോലും പലപ്പോഴും മനസ്സിലാവില്ല അന്തർധാര എങ്ങനെയാണെന്നുള്ളത്. അവരൊക്കെ തമ്മിൽ നമ്മൾ ശത്രുക്കൾ അല്ലെങ്കിൽ വിരുദ്ധ പക്ഷത്ത് നിൽക്കുന്നവർ എന്ന് കരുതുന്ന ആളുകൾ പോലും അവർക്കെല്ലാം അന്തർധാര ഉള്ളവരായിരിക്കും. അപ്പോൾ ഇവരെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന അണികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ അവസ്ഥയിലാവും, അവർ വിഡ്ഢികളാവും. അതാണ് പലപ്പോഴും സംഭവിക്കാറ്. അതാണ് ഈ നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാർക്കും സ്വന്തം പാർട്ടിയിലെ അണികളെപ്പോലും പരമപുച്ഛമാണ് അവർക്ക്. ഇവന്മാർ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ തട്ടിപ്പും കച്ചവടവും ഈ അഴിമതിയൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൽ അവർ താഴോട്ട് പോയി പുച്ഛിക്കുകയായിരിക്കും അവരെയൊക്കെ. ഇവനെ വിളിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് നീ പോസ്റ്റർ ഒട്ടിക്കാനും ജോലിയെഴുതാനുമൊക്കെ വരണമെന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് കാലം വീണ്ടും കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഇത്രയും രാഷ്ട്രീയപരമായി ഇത്രയും ഒരു സംഘർഷാവസ്ഥയുള്ളൊരു പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നു പോയിട്ടില്ലെന്നാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അതെ. അപ്പോൾ ഇത് ED വളരെ ഇപ്പോൾ SFI അന്വേഷണം നടത്താൻ അതിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരാളാണ്, മിടുക്കനാണ്, കണ്ടുപിടിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ആയിരിക്കും EDയിലെയും കാര്യങ്ങൾ. അപ്പോൾ ED വിളിക്കുമ്പോൾ ഇപ്പം അവിടെ
തെലങ്കാനയിൽ കവിത അവരെ റിമാൻഡ് ചെയ്തല്ലോ, അവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളായിരുന്നു. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഈ അച്ഛൻ്റെയും അമ്മാവൻ്റെയും ഭർത്താവിൻ്റെയൊക്കെ കെയർ ഓഫ് ഉപയോഗിച്ച് സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരങ്ങോട്ട് ഓർക്കണോ അത് ഈ നാട്ടിൽ ജനങ്ങളെ പിന്നെ തലയിൽ കയറുന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം. നമ്മൾ പാവപ്പെട്ടവൻ എവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോഴേ. അതെ, ഇപ്പോൾ ഇതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടലില്ല എന്നൊന്നും പറയില്ല, എന്നാലും അവർ ചിലപ്പോൾ പറയും, കാരണം കുറച്ചുകൂടെ ഊർജിതമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം, കാരണം കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് അന്വേഷണ ഏജൻസികൾക്ക് ഒരു പ്രഷർ ഉണ്ടാവും, കാരണം ഇങ്ങനെ ഒരു ആരോപണം നിൽക്കുന്നുണ്ട്, എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അത് നേരിട്ട് പങ്കോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ചെയ്തേ പറ്റൂ, നിയമപരമാണത് അവര്, കാരണം ആ ചട്ടം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഈ ഒരു സമയത്തും കൂടെ ആയതുകൊണ്ട് തന്നെ BJP സംബന്ധിച്ച് അത് ലോട്ടറി ആവുകയും ചെയ്യുകയാണ്, അതേപോലെ തന്നെ ഇവർക്ക് നിയമപരമായി ചെയ്യിക്കുകയാണ് എന്നൊരു ഇതും കൂടെയാണ്. അതിന്റെ പേരിൽ ഇപ്പൊ നമുക്കറിയാം കേരളം അല്ലെങ്കിൽ സൗത്തിൽ നമുക്ക് പറയാം ദക്ഷിണേന്ത്യയിലൊക്കെ BJP ഒരുവിധം അവര് ഇപ്പം മോദി അടക്കമുള്ള ദേശീയ നേതാക്കൾ വരുന്നുണ്ട്, ഇപ്പം ഇലക്ഷൻ വോട്ട് പിടിക്കാനുള്ള പലവിധ പരിപാടികൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെ എത്രയോ വോട്ടുകൾ നേടുമെന്ന് പറയുന്നുണ്ട്, എത്ര സീറ്റുകൾ നേടുമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് മുക്തമാക്കിയ പോലെ അങ്ങനെ ആക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അപ്പം അതിനെപ്പോലെ തന്നെ ശക്തമായി വളരുന്ന ആം ആദ്മിയെ അവർ നോട്ടമിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളം എനിക്ക് തോന്നുന്നു അവരെ സംബന്ധിച്ച് ഇടതുപക്ഷത്തെ തകർത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അവർ ഇതനുസരിച്ച് അവർക്ക് സുഖമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാം. ഇപ്പൊ ഈ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ എതിരാവുമെന്ന് ഉറപ്പാണ്. ഒന്നാമത് തന്നെ അതിന് പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യേണ്ടതില്ല, കാരണം ഇപ്പോൾ തന്നെ ഇപ്പോഴത്തെ കടുകാര്യസ്ഥത എല്ലാം കൊണ്ട് തന്നെ ഇപ്പം ആൾക്കാർ അസംതൃപ്തരാണ്. അപ്പൊ ഇതിനിടയിൽ കൂടെ തന്നെ ഇവർക്ക് ഈ ഒരു നീക്കം ഒരു അടികൂടിയാണ്. അപ്പൊ രണ്ടാമത് തന്നെ കോൺഗ്രസിലേക്ക് അവർ പല ആൾക്കാരും ഇപ്പം പോകാൻ, ലോക്സഭാ ഇലക്ഷൻ അവർക്ക് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ വോട്ടൊക്കെ വരുന്നെങ്കിൽ പോലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ ഇനിയൊരു ട്രെൻഡ് വരാൻ പോകുന്നത് ഇനിയിപ്പം കേരളത്തിൽ ഇടതുപക്ഷത്തെ പൂർണ്ണമായും തുടച്ചു നീക്കി അവിടെ BJP ഒരു നമ്പർ കൂട്ടുക അല്ലെങ്കിൽ അവരുടെ ഒരു ട്രെൻഡ് വരുത്തുക, അതിന്റെ രീതിയിലുള്ള അതിന് അവർ ശ്രമിക്കണമെങ്കിൽ ഏറ്റവും നല്ല അവസരമാണ് അവർക്ക് ഇത്. പക്ഷെ അവർ ചെയ്യുമോ നമുക്കറിയില്ല, കാരണം ഈ പറഞ്ഞതുപോലെ ഇത് അന്നും ചെയ്തില്ലെങ്കിൽ അന്തർധാര ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചെയ്തില്ല, അത് നിയമപരമായി അത് ചെയ്താൽ ഓക്കെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോടതിയിൽ പോയിട്ട് ഇവരെ തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് ഇവരെ ഈ ഏജൻസി അന്വേഷണത്തിന് കുറ്റം പറയാൻ പറ്റില്ല. കോടതി തള്ളിക്കളഞ്ഞ് നിങ്ങൾ അന്വേഷണം നേരിടാൻ പറഞ്ഞ വിഷയം അന്വേഷണം നേരിടണം. ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ പേടിച്ചു പറയുന്ന കാര്യം എന്താണ്? ഇപ്പോൾ തോന്നിയത് പിന്നെ പിടിച്ച് മൂക്കി കയറ്റി കളയോ, ഇതൊന്നും ഒരിക്കലും ഒരു കാര്യം. EDയും ഇതൊക്കെ തന്നെ പാർലമെൻറ്റ് നിയമ സംവിധാനം വഴി രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ, EDയും SFIയും ഒക്കെ തന്നെ. അതുകൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ സ്ഥാപിക്കപ്പെട്ടുള്ള ഇത്തരം സ്ഥാപനങ്ങൾ നമ്മൾ അന്വേഷണം നേരിടുക. കുറ്റം ചെയ്തില്ലെങ്കിൽ പേടിക്കേണ്ടതില്ലല്ലോ. അവരെ വിളിച്ച് ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ തെളിവില്ലെങ്കിൽ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, തെളിവില്ല കള്ളത്തല വയ്ക്കാൻ പറ്റില്ലല്ലോ. കപ്പിത്താൻ തന്നെ പറയുന്നത് മടിയിൽ കനമില്ലെങ്കിൽ മടി കനമല്ലേ, കറക്റ്റ്, മടിയിൽ മടി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏതായാലും നമുക്ക് നോക്കാം. കാര്യം ഇതൊരു വലിയ നിർണായകമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ EDയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം തിരഞ്ഞെടുപ്പ് ഇനി കൃത്യം ഒരു മാസം മാത്രം കേരളത്തിൽ ഉള്ളപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ് കേരളം. ഇനി വേറെ ഒരിടത്ത് ഭരിക്കാനുള്ള സാധ്യതയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു അന്വേഷണം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലേക്കും അല്ലെങ്കിൽ അവരുടെ വിശ്വസ്തരിലേക്കും ഒക്കെ തന്നെ നീളുമ്പോൾ, അതല്ലെങ്കിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് പോലും അത് നീളുമ്പോൾ അതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. അന്തർധാര ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. നമസ്കാരം.